ഹായ് ഹലോ ഇറ്റ്സ് മീ സൗഭാഗ്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രണയം പറയാൻ പേടിയുള്ള വ്യക്തികളാണോ നിങ്ങൾ? എങ്കിൽ ആ പ്രണയം പറയാനുള്ള പേടി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 7 ടിപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ സൊല്യൂഷൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയം പറയാൻ പേടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് പോയിന്റ്, പേടികളെ ഐഡന്റിഫൈ ചെയ്യുക. അതായത് എന്താണ് നിങ്ങളുടെ പേടി എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ എന്താണ് ഈ പ്രണയം എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുകയും ചെയ്യുക. ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതത്തെ ഈസി ആയിട്ട് കാണരുത്. അതുപോലെ തന്നെ വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ പ്രണയത്തിലേക്ക് ഇറങ്ങരുത്. മറിച്ച് വിവാഹത്തിൽ എത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രണയിക്കാൻ വേണ്ടി തയ്യാറാവുക. എല്ലാവരും പ്രണയിക്കുന്നത് എന്താണ്? വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, കാരണം അവരുടെ ടൈം പാസിന് വേണ്ടി മാത്രം പ്രണയിക്കുന്ന വ്യക്തികളുണ്ട്. ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തികളാവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. മറിച്ച് പ്രണയിച്ചു കഴിഞ്ഞാൽ വിവാഹം ചെയ്യുമെന്ന ഒരു ഉറപ്പ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രണയത്തിലേക്ക് ഇറങ്ങാൻ പാടുകയുള്ളൂ. എല്ലാവരും പ്രണയിക്കുമ്പോൾ എന്താണ്, വിവാഹം ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് തന്നെയായിരിക്കും പ്രണയത്തിലേക്ക് പോകുന്നുണ്ടായിരിക്കുക. എന്നാൽ പലരുടെയും പ്രണയം പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ചിലർക്ക് ഫാമിലി പ്രോബ്ലംസ് ആവാം, ചിലർക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ഒത്തുപോവില്ല എന്ന് തോന്നൽ കൊണ്ടാവാം പലരും അത് പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് പോകാറുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ പേടികൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ വിവാഹത്തിൽ എത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പ്രണയിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേടികളെയൊക്കെ നിങ്ങൾക്ക് സ്വയം മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേടികൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. 2, നെവർ ടു ബി ലേറ്റ്. അതായത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പഠിച്ചിരുന്ന സമയത്തൊക്കെ പലർക്കും പലരോടും പ്രണയം തോന്നിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോടായിരിക്കാം, അതല്ലെങ്കിൽ തൊട്ടടുത്ത ക്ലാസ്സിലെ കുട്ടികളോടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വരുന്ന ഒരേ ബസ്സിൽ വരുന്ന ഏതെങ്കിലും ഒരു കുട്ടിയോടായിരിക്കാം നമുക്ക് പ്രണയം തോന്നിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ എന്താണ്, അത് പറയാൻ പലർക്കും മടിയായിരിക്കും. പ്രത്യേകിച്ച് കോളേജ് ലൈഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പ്രണയം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഏത് രീതിയിൽ എടുക്കും, അല്ലെങ്കിൽ അവൻ ഏത് രീതിയിൽ എടുക്കും എന്നൊരു ചിന്ത കൊണ്ട് പലരും ആ ഒരു പ്രണയം പറയാതെ പോകാറുണ്ട്. പിന്നീട് കോളേജിൽ ഒരു റീയൂണിയനൊക്കെ ചേർന്ന് കഴിയുമ്പോൾ തമാശയ്ക്ക് നമ്മൾ പറയാറുണ്ട്, എനിക്ക് നിന്നെ അന്ന് ഇഷ്ടമായിരുന്നു, പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ഒരു പേടി കാരണം ഞാനത് പറഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ ഗേൾസ് ആണെങ്കിൽ പറയുന്ന ഒരു മറുപടി എന്താണ്, നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ, ഞാനൊരു പെൺകുട്ടിയല്ലേ, എങ്ങനെ നിന്നോട് പറയുക? ഇതെന്താണ്, അവരൊരു തമാശ രൂപത്തിലായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. എന്തിനെന്നാലും എന്താണ്, നമ്മുടെ ഉള്ളിലൊരു പ്രണയം ഒരു വ്യക്തിയോട് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു പേടിയും പേടിക്കാതെ പറയാൻ വേണ്ടി നമ്മൾ എന്താണ് തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റു ചില ആളുകളുണ്ട്, കോളേജ് ലൈഫിലായിക്കോട്ടെ സ്കൂൾ ലൈഫിലായിക്കോട്ടെ, അവർ പഠിച്ചിരുന്ന സമയത്ത് പ്രണയം പറയാൻ പലരും മടിച്ചു പോയിട്ടുണ്ട്. അതുപോലെ പ്രണയം പറഞ്ഞ് അത് സക്സസ് ആവാതെ പോയ ആളുകളുണ്ട്. കാരണം പല കുടുംബങ്ങളും എന്താണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകാറില്ല. വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിന് പ്രകാരം അവർ ആ ഒരു റിലേഷൻഷിപ്പ് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് മറ്റൊരു വിവാഹത്തിലേക്ക് പോകാതെ ഒറ്റത്തടിയായി ജീവിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ 10-40 വയസ്സായി കഴിയുമ്പോഴാണ് താൻ ഒറ്റയ്ക്കായി എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് ഉണ്ടാകുന്നത്. കാരണം ആ പ്രണയിച്ചിരുന്ന ഒരു സമയത്ത് തൻ്റെ പാർട്ട്ണറെ തനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ല, ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പുരുഷനില്ല എന്ന് പറഞ്ഞ് ഒറ്റത്തടിയായി ജീവിക്കുന്ന ഒരുപാട് പേരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് പിന്നീടാണ് മനസ്സിലാക്കുന്നത് താൻ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പ്രണയം പറയാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവരുത്. നമുക്ക് ആരോടാണോ പ്രണയം തോന്നുന്നത് അത് നമ്മൾ അവരോട് തുറന്ന് പറയാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അവരെന്ത് വിചാരിക്കും, അവരെന്ത് കരുതും എന്ന് കരുതി നമ്മൾ ഒരിക്കലും അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്ത് തന്നെ ആയാലും അത് അവരോട് തുറന്ന് പറയാൻ വേണ്ടി തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ധൈര്യം കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാവുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താണ് നിങ്ങളുടെ ജീവിതം പാഴായി പോകുക തന്നെ ചെയ്യില്ല. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത്, ആരോടെങ്കിലും പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ലേറ്റ് ആക്കരുത്. അതുപോലെ തന്നെ അവരോട് പറയാതിരിക്കുകയും ചെയ്യരുത്. 3, ആത്മവിശ്വാസം. അതായത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പലർക്കും ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അത് ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ബാക്കി എല്ലാ കാര്യവും എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ജോലിയുടെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഒരു ദാമ്പത്യ ജീവിതം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും, അവിടെയൊക്കെ എന്താണ് ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ
ആ ഒരു കുടുംബജീവിതം ആയിക്കോട്ടെ, ആ ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒന്നും നല്ല രീതിയിൽ പോകില്ല. അതുപോലെ തന്നെയാണ് പ്രണയത്തിന്റെ കാര്യത്തിലും ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാവുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. മറിച്ച് നമ്മളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാപ്തരാകേണ്ടത്. മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ആത്മവിശ്വാസം കുറഞ്ഞു പോകുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മളിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. അപ്പം മൂന്നാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തയ്യാറാവുക. അതുപോലെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യവുമില്ല. ചിലപ്പോൾ നമ്മളിലുണ്ടാകുന്ന ആ ഒരു കുറ്റങ്ങളും കുറവുകളും ഒക്കെ അംഗീകരിക്കാൻ കഴിയുന്ന ആ ഒരു വ്യക്തി തന്നെയായിരിക്കും നമ്മൾ ആ പ്രണയം പറയാൻ പോകുന്ന വ്യക്തി. പക്ഷെ നിങ്ങളിലുള്ള ഒരു ആത്മവിശ്വാസ കുറവ് കാരണം നിങ്ങളത് പറയാതിരിക്കുമ്പോഴെന്താണ്, ആ വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ നഷ്ടമാകും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാകാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. 4, ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അതായത് നിങ്ങൾ പ്രണയം പറയാൻ പോകുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ നന്നായി മനസ്സിലാക്കുകയും അതുപോലെ നന്നായി ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അവരോട് പ്രണയം പറയുക. അതായത് പല വ്യക്തികളും ഉണ്ടായിരിക്കും. ചില പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ തന്നെ എടുത്ത് ചാടിയും കൊണ്ട് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യതയോടെ കൂടെ എല്ലാം കേൾക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ നിങ്ങൾ പ്രണയം പറയാൻ പോകുന്ന ആ ഒരു വ്യക്തിയെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അവരോട് എന്ത് ചെയ്യുക, പ്രണയം പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. 4, ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അതായത് നിങ്ങൾ പ്രണയം പറയാൻ പോകുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം, അതായത് നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അവരോട് പ്രണയം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. പലരുടെയും കാഴ്ചപ്പാടുകൾ 2 വിധത്തിലാണ്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ സൗന്ദര്യം കണ്ട് പ്രണയിക്കുന്ന വ്യക്തികളായിരിക്കാം. രണ്ടാമത്തെ കാറ്റഗറി നോക്കുമ്പോൾ എങ്ങനെയാണ്, അവരുടെ ആ സ്വഭാവവും അവരുടെ ആ ഒരു എളിമത്തൊക്കെ കണ്ടിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം. എന്തു തന്നെ ആയാലും അവരുടെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അവരോട് നിങ്ങളുടെ പ്രണയം പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ നിങ്ങൾ പ്രണയം പറയാൻ പോകുന്ന ആ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ പേടി കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ആ ടൈമിലുള്ള ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രണയം പറയാൻ പോകുന്ന ആ ഒരു ടൈമിൽ പൊതു സ്ഥലങ്ങളിലൊന്നും വെച്ച് നിങ്ങളുടെ പ്രണയം പറയാതിരിക്കുക. നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എപ്പോഴും കാണുന്ന ആ ഒരു ടൈമിൽ, ജസ്റ്റ് എവിടെന്നെങ്കിലും കാണുന്ന ഒരു ടൈമിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിൽ ആ കുട്ടിയാണ് നേരത്തെ വരണമെന്നുണ്ടെങ്കിൽ അവൾ എത്തണേത് ആ ഒരു ടൈമിൽ പോയിട്ട് അവരോട് പറയുകയൊക്കെ ചെയ്യുക. ഒരിക്കലും പൊതു സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങൾ പറയുന്നത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. 5, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ പരിഗണിക്കാനും നമ്മളെ നെഗറ്റീവ് മാത്രം കാണുന്നവരെ ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. അതായത് നമുക്ക് ഉള്ളിലുള്ള ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരേ ടൈമിൽ നമുക്ക് നെഗറ്റീവുകളും പോസിറ്റീവ്സും പറഞ്ഞു തരുന്ന ആളുകളെ അംഗീകരിക്കാനും വേണ്ടി നമ്മൾ തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. പല ആളുകളുമുണ്ട്, നമ്മളൊരു ആരെങ്കിലും പ്രണയിക്കുന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പല നെഗറ്റീവ്സും പറഞ്ഞ് നമ്മൾ അതൊന്ന് ഒഴിവാക്കുന്ന ആളുകൾ, നമ്മൾ ആത്മവിശ്വാസം തന്നെ കെടുത്തുന്ന വാക്കുകൾ പറയുന്ന ആളുകൾ. എന്നാൽ മറ്റു ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുക്കളെ കുറിച്ചും പ്രണയിക്കുന്ന സമയത്തുള്ള ആ പോസിറ്റീവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ എന്ത് ചെയ്യുക, അംഗീകരിക്കാനും എപ്പോഴും നെഗറ്റീവ് മാത്രം പറഞ്ഞു തരുന്ന വ്യക്തികളെ എന്ത് ചെയ്യുക, ഒഴിവാക്കാനും വേണ്ടി നമ്മൾ തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 5ാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് പ്രണയത്തിന്റെ നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരെ അംഗീകരിക്കാനും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന ആളുകളെ ഒഴിവാക്കാനും വേണ്ടി നിങ്ങൾ തയ്യാറാവുക. 6, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുക. അതായത് ഫാമിലിയിലുള്ളവരുടെ കാര്യമല്ല പറയുന്നത്, മറിച്ച് ഇപ്പം നമുക്ക് ആരോടെങ്കിലും ഒരു പ്രണയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആരോടാണ് പറയുക, നമ്മുടെ ഫ്രണ്ട്സിനോടായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ചില ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നല്ലൊരു പാർട്ട്ണറെയാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കും. എന്നാൽ മറ്റു ചില ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മളെ കളിയാക്കിയും കൊണ്ട് നിൽക്കും. അതായത് നീ പോയിട്ട് അവളോട് പറയുക, ചിലപ്പോൾ അവളുടെ ചെരുപ്പ് കൊണ്ട് നിനക്ക് ഏറ് കിട്ടും, അല്ലെങ്കിൽ അവൾ നന്നായി റിയാക്ട് ചെയ്യും, ചിലപ്പോൾ ഒരു അടി നീ വാങ്ങിയിട്ട് വരേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താണ്, നമ്മുടെ ആത്മവിശ്വാസത്തെ കെടുത്തും, നമ്മളുള്ള ആ ഒരു പേടി അപ്പോൾ എന്താവും കൂടുകയും ചെയ്യുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളുടെ കാര്യമല്ല പറയുന്നത്, മറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരും. എന്നാൽ അത്ര തന്നെ ആത്മാർത്ഥത ഇല്ലാതെ നിങ്ങളെപ്പോഴും കളിയാക്കുന്ന ഒരു ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴും നെഗറ്റീവ്സ് പറഞ്ഞ് നിങ്ങളെ പേടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ സഹായിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായത്തിന് വില കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ആരോടാണോ പ്രണയം തോന്നിയത് ആ വ്യക്തിയോട് നിങ്ങൾ തന്നെ ചെന്ന് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവളോട് ഞാൻ പ്രണയം പറയാൻ പോവുകയാണ്, ഇങ്ങനെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം
ശ്രദ്ധിക്കുക. അപ്പോൾ ആറാമത്തെ ഒരു സൈനായിട്ട് പറയുന്ന കാര്യം എന്താണ്? മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ. കാരണം എന്താണ്? ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് അംഗീകരിച്ച് തരും, എന്നാൽ അല്ലാത്തവരാണെങ്കിൽ നമ്മളെ തളർത്തുന്ന ആളുകളായിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പേടി എന്താണ് വേണ്ടിയിട്ട് അത് കാരണമാവുകയും ചെയ്യും. ലാസ്റ്റ് പോയിന്റ്, നല്ല ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് പ്രണയം പറയാൻ പേടിയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ഒന്ന് ഫ്രണ്ട് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തയ്യാറാവുക. ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് എന്താണെന്നുള്ളത് നിങ്ങൾക്കും അറിയാൻ സാധിക്കും, അതുപോലെ നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ്സ് എന്താണെന്നുള്ളത് അവർക്കും അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് തുടർന്ന് പോകുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രണയം നിങ്ങൾ അവരോട് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അപ്പോൾ ആ ഒരു പക്ഷേ എന്താണ്, ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു പ്രണയം ഉണ്ടായിരിക്കും, അവരും അത് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാകും. നിങ്ങൾ പറയട്ടെ എന്ന് വിചാരിച്ചാൽ അവർ ഇരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെന്താണ് നിങ്ങൾ വിചാരിക്കും അവർ പറയട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഒരിക്കലും എന്താണ് മറ്റൊരാൾ പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കും ചെയ്യരുത്. നിങ്ങളുടെ മനസ്സിലൊരു പ്രണയം തോന്നുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക? അവരോട് പറയാൻ വേണ്ടി തയ്യാറാവുക. അപ്പോൾ ഏഴാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് പ്രണയം പറയാൻ പേടിയാണ് എന്നുണ്ടെങ്കിൽ അവരെ ആദ്യം ഫ്രണ്ടാക്കി മാറ്റുക. അതിനുശേഷം രണ്ട് കൂട്ടർക്ക് എന്താണ്, രണ്ട് കൂട്ടരുടെയും പോസിറ്റീവ് നെഗറ്റീവ് അറിയാൻ സാധിക്കും. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? നിങ്ങളുടെ ഉള്ളിലുള്ള, അതായത് ഒരു വിവാഹപ്രായമൊക്കെ ആകുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക? അവരോട് നിങ്ങളുടെ പ്രണയം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക. അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ്, പലർക്കും എന്താണ് പ്രണയം ഉണ്ടായിരിക്കും ഉള്ളിൽ, പക്ഷെ അത് പറയാൻ പേടിയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു 7 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ നിങ്ങൾക്ക് പേടിയായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടാൻ നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.